ഒരു ഡെന്റിസ്റ്റുമാരെ റെക്കമെൻഡ് ചെയ്യാത്ത പേസ്റ്റുകളാണ് ഈ ആയുർവേദിക് പേസ്റ്റ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ റെക്കമെൻഡ് ചെയ്യാത്തത്? എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഐ എം ഡോക്ടർ മുഷ്താഖ്, യുവർ ഡെന്റിസ്റ്റ്. ഒന്നാമത്തെ കാരണം, ഈ പേസ്റ്റുകളിൽ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ കണിക പോലും കാണാനില്ല. ഫ്ലൂറൈഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പല്ലിനൊരു ഡാമേജ് വന്നാൽ അത് റീമിനറലൈസ് ചെയ്ത് വരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പല്ലിന്റെ ഹെൽത്ത് വളരെയധികം താഴോട്ടായിരിക്കും പോവുക. പേസ്റ്റിന് വല്ല ഗുണമുണ്ടോ? രണ്ടാമത്തെ പ്രശ്നം, ഇത് ഭയങ്കര അബ്രേസീവാണ്. അതായത് നിങ്ങൾ ഒരച്ച് ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പല്ലിന്റെ ഇനാമൽ കൂടെ തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ അകത്ത് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്, ഹാർഡായിട്ടുള്ള. അപ്പം പല്ലുകൾ തേഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ കാരണം, നിങ്ങൾ നല്ല പതപ്പിച്ചങ്ങ് ബ്രഷ് ചെയ്യും, അത് നിങ്ങളുടെ ചുണ്ടിലാവില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പേസ്റ്റിന്റെ കണ്ടൻസ് നിങ്ങളുടെ ചുണ്ടിൽ വരും. അതായത് ക്ലൗവ്, നീമ് പോലെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ ചുണ്ടിൽ വന്നാൽ ചുണ്ട് ഡാർക്കൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഇത് ഡെന്റിസ്റ്റ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ചില സാധനങ്ങളൊക്കെ എൻ്റെ അകത്ത് നല്ലതുണ്ട് കേട്ടോ. ഈ കണ്ടൻസിന്റെ അകത്ത് നീമൊക്കെ ഉള്ളത്, നീം ആന്റി ബാക്ടീരിയലാണ്. അതായത് ബാക്ടീരിയ ഒക്കെ കൊള്ളാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലൗ ഓയിൽ നമ്മൾ യൂസ് ചെയ്യല്ലേ, പല്ല് വേദന, അതായത് ഒരു അനാൽജസിക് ആണ്, പെയിൻ സബ്സൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്ന് കരുതി നിങ്ങളുടെ പല്ലിന്റെ ഹെൽത്തിന് വേണ്ടിയല്ലേ നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഹെൽത്തിനൊരു ഗുണമില്ലെങ്കിൽ. ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റ്സിനായി സ്മൈൽ ഓൺ ഡെന്റിസ്റ്റ് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.